നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണ. ഇന്ന് ജൂൺ 27 ശനിയാഴ്ച. ശനി മഹാപ്രദോഷം, ശിവപെരുമാനോടെ നാള്. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ പതിവില് ഒരു ഇലയില് നമ്മൾ ദീപം വച്ചാലേ പോതും. ജീവിതമേ മാറും, പണം കൊട്ടും, കടം തീരും. അത് എന്താ വഴിപാടെന്ന് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇന്ന് നമ്മൾ ഏത് ഇലയുടെ മേലെയാണ് ദീപം വയ്ക്കേണ്ടതെന്ന് ഞാൻ തെളിവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ വന്നിട്ട് പ്രദോഷം എന്നത് ഭയങ്കര സിറപ്പാനത്. അതിലും ശനി മഹാപ്രദോഷത്തേക്ക് നമ്മൾ കൊടുത്തു വച്ചിരിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ പ്രദോഷം പിറദോഷം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കൂടിയ എല്ലാവിധമായ ദോഷത്തെയും മാറ്റി നമുക്ക് സമാധാനം, സമ്പൽ സമൃദ്ധി, വിജയം എല്ലാം അള്ളിത്തരുന്നത്. ഇതിന്റെ സ്റ്റോറി എല്ലാം ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ദേവർകളെ കാക്കാനായിട്ട് ശിവപെരുമാന് ആളകാല വിഷത്തെ ഓണ്ടിയ നാള്. അങ്ങനെയുള്ള പ്രദോഷത്തില് നമ്മള് ശിവൻകോവിലിൽ പോയിട്ട് ശിവഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏത് വിധത്തിലുള്ള ദോഷം ഇരുന്നാലും അതെല്ലാം മാറിക്കിട്ടും. അത് നമ്മളെ വിട്ട് അകന്നു മാറി നമുക്ക് നന്മ വരും. അതാണ് പ്രദോഷത്തിനെ നമ്മള് വഴിപെട്ടാൻ നമുക്ക് കിട്ടുന്ന ഗുണം. ഈ ടൈമിന് നന്ദിദേവരോടെ 2 കൊമ്പുകൾക്കിടയിൽ നിന്ന് ശിവഭഗവാൻ നൃത്തമാടുന്നതാണ് ദേവർകൾ കണ്ടിരിക്കുന്നത്. നമ്മള് മറ്റുള്ള നാളുകളില് ശിവൻകോവിലിൽ പോകുമ്പോൾ ഫസ്റ്റ് വന്ന് നന്ദി ഭഗവാനെ വണങ്ങിയതിന് ശേഷമല്ലേ നമ്മൾ ശിവഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. എന്നാൽ ശനി പ്രദോഷത്തിന്റെ ടൈമിൽ വന്നിട്ട് നമ്മള് ഈ നന്ദി ഭഗവാന്റെ 2 കൊമ്പുകൾക്കിടയിലും നമുക്ക് ശിവഭഗവാനെ ദർശിക്കാൻ പറ്റുക എന്നത് കോടി പുണ്യത്തിന് തുല്യം. ദേവർകൾക്കോട് ചേർന്ന് നമ്മളും ശിവഭഗവാനെ ദർശിക്കുന്നത് ഒരു ഐതിഹ്യം. അത് മാത്രമല്ല, ഈ സമയത്ത് ശിവഭഗവാനെ ദർശിക്കാനായിട്ട് 33 ദേവർകളും എഴുന്നള്ളും എന്നതും ഒരു ഐതിഹ്യം. ആ സമയത്ത് നമ്മൾ കോവിലിൽ പോകുമ്പോൾ ഇവരുടെ എല്ലാവരുടെ ആശീർവാദവും, നന്ദി ഭഗവാന്റെ, ശിവഭഗവാന്റെ, അതുപോലെ തന്നെ 33 ഭഗവാന്മാരുടെ ആശീർവാദവും നമുക്ക് കിട്ടും. ത്രയോദശി തിഥിയെ കണക്ക് ചെയ്ത് ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയാണ് തിഥി ഇരിക്കുന്നത്. 1.5 മണി നേരമേ ഉള്ളൂ. ഈ സമയത്താണ് എല്ലാ കോവിലും ശിവഭഗവാനുക്കും നന്ദിദേവനുക്കും അഭിഷേകവും എല്ലാ പൂജയും ചെയ്യുന്നത്. അതിൽ നിങ്ങളും പോയി ജോയിൻ ചെയ്തോളുക. ഭഗവാന്റെ അഭിഷേകത്തിന് എന്താ വാങ്ങിക്കൊടുക്കേണ്ടതെന്നെല്ലാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രദോഷവേളയിൽ നമ്മൾ വന്നിട്ട് നന്ദിദേവർക്കിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അത് അങ്ങനെയേ ഭഗവാനുകിட்ட പോയി ചേരും. അതാണ് പ്രദോഷത്തിന്റെ ഏറ്റവും വലിയൊരു മഹാത്മ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ പല മഹത്വങ്ങൾ ഇന്നത്തെ ഈ ശനി പ്രദോഷത്തിന് ഇരിക്കുന്നുണ്ട്. അതും ഇന്ന് ശനിയാഴ്ച വരുന്നത് മറ്റു പ്രദോഷത്തിനേക്കാളും കോടി പുണ്യം. ഇങ്ങനെ ഇരിക്കുന്ന ഈ ശനി പ്രദോഷത്തില് ഇപ്പൊ ഞാൻ പറയുന്ന ഈ ഒരു ഇലയില് നമ്മൾ ദീപം വെച്ചാല് ഭയങ്കര ശക്തിയായ ഒരു ദീപമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലയെ മാറ്റിത്തരും. അത്രയ്ക്കും അർബുദமான ഒരു ദീപം. ഇപ്പൊ നമ്മൾ കോവിലിൽ പോയി പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ വീട്ടിലും നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ ഇല വെച്ച് വീട്ടിൽ നമ്മൾ ദീപം വെച്ച് പ്രാർത്ഥിച്ചാല് കിട്ടുന്നത് 100 ഇരട്ടി പകിട്ടാർന്ന ഒരു ഫലം. മാത്രമല്ല, നമ്മൾ മുഴുവൻ ഒരു വഴിപാട് ചെയ്തതിന്റെ തൃപ്തിയും നമുക്ക് കിട്ടും. മാത്രമല്ല, ഓരോ ദിവസത്തിനനുസരിച്ച് ഇപ്പൊ പ്രദോഷം വരുമ്പോ അതിൻ്റെതായ പവർഫുള്ളും ഇരിക്കുന്നു. ഇപ്പൊ വന്നിട്ട് ഇന്ന് ശനിയാഴ്ചയാ പ്രദോഷം വരുന്നത്. ശനിയാഴ്ച ആർക്കെല്ലാം ഉകന്തത്? പെരുമാൾ, തിരുമാൾ, മഹാവിഷ്ണു, ഇന്നൊരു ഭഗത്ത് ആഞ്ജനേയർ, ശനി ഭഗവാൻ ഉകந்த നാളാണ് ഈ ശനിയാഴ്ച. കൂടെ ശിവഭഗവാനോടെയും ലക്ഷ്മി അമ്മയോടെയും അരുളും നമുക്ക് കൂടെ കിട്ടുന്ന ഒരു ദീപമാണ് നിങ്ങൾ ഏറ്റി വെക്ക വേണ്ടിയത്. ഈ ദീപം വെക്കാൻ ഒരു ഇല വേണമെന്ന് പറഞ്ഞില്ലേ? അത് ഏതാച്ചാല് തുളസിയിലയാണ്. ഒരു പിടി തുളസിയില പോതും. തുളസി വാസം എവിടെയെല്ലാം ഇരിക്കുന്നോ അവിടെയെല്ലാം മഹാവിഷ്ണു വാസം കൊണ്ടിരിക്കും. മഹാവിഷ്ണു ഭഗവാൻ ഇരിക്കുന്ന ഇടത്തില് മഹാലക്ഷ്മി അമ്മ തനിയെ വന്നിടും. ഇങ്ങനെ പല മഹത്വങ്ങൾ നിറഞ്ഞ തുളസിയില ഇരിക്കുമില്ലേ? ഈ തുളസിയിലയില് ഇങ്ങനെ ചെടിയിലിരിക്കുമ്പോൾ തന്നെ ഓരോ ഇലയിലും മഹാവിഷ്ണു വാസം ചെയ്യുന്നു എന്നത് ഐതിഹ്യമാണ്. ഈ ദീപം വന്നിട്ട് നിങ്ങള് ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം ഒരു 6 മണിക്ക് മേലെ വെച്ചോളുക. 4:30 മണിക്ക് വെക്കാൻ പറ്റുന്നവര് അതും ചെയ്യാവുന്നതാണ്. അതല്ലാച്ചാല് 4:30 മണി ടു 6 മണി വിട്ടുപോകുന്നവര് അതിനുശേഷം ചെയ്തോളുക. വീട്ടില് പൂജയറയിൽ തന്നെ ഏത്തിക്കൊള്ളുക. ഒരേ ഒരു പിടി തുളസിയില മാത്രം മതി. പറിച്ച് നന്നായിട്ട് ശുദ്ധപ്പെടുത്തി വെച്ചോളുക. ഇതിന്റെ പ്രൊസീജിയർ എന്താ വെച്ചാല്, ഒരു ചെറിയ തട്ടില്, അത് പിത്തളയോ
മൺതട്ടോ ഇല്ല സ്റ്റീൽ തട്ടോ നിങ്ങൾക്ക് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ തട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ചിട്ട് ദെൻ അതിന്റെ മേലെ ഒരു പിടി തുളസി ഇല ഇട്ടതിന് ശേഷം ദെൻ ഒരു അകൽവിളക്ക്, മൺവിളക്കുണ്ടല്ലോ, അകൽവിളക്ക് എടുത്തോളുക. അതിന്റെ മേലെ വെച്ചിട്ട് നിങ്ങൾ ഈ മഞ്ഞൾ കുങ്കുമം പൊട്ട് അകൽവിളക്കിലും വെച്ചോളുക. പിന്നെ പൊതുവാ നിങ്ങൾ ദീപത്തെ എത്തിക്കൊള്ളുക. എന്ത് ദേവ അന്ത ദൈവം അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാ ദൈവകത്തിനും കണക്കാക്കി നിങ്ങൾ ഈ ദീപം ഏത്തിക്കൊള്ളുക. ഈ അകൽ വിളക്കിൽ നിങ്ങൾക്ക് നെയ്യ് ഊത്തണമെങ്കിൽ നെയ്യ് ഊത്താം, ഇല്ലെങ്കിൽ നോർമൽ ദീപം ഓയിൽ ഊത്തി ഒരു തിരിയിട്ട് ദീപം വച്ചോളുക. വേറൊന്ന്, നെയ്ദീപം പോടാൻ മുടിയുന്നവര് അത് തന്നെ ചെയ്യുക. കാരണം മഹാലക്ഷ്മി അമ്മയ്ക്കും മഹാവിഷ്ണുവിനും ഏറ്റവും പ്രിയപ്പെട്ടത് നെയ്ദീപമാണ്. അല്ല പറ്റില്ലാച്ചാല് മാത്രം നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ എടുത്തോളൂ. നെയ്ദീപവും കൂടെ തുളസിയിലയും ചേരുമ്പോൾ മഹാവിഷ്ണു ഭഗവാൻ മനസ്സറിഞ്ഞ് നമുക്ക് നമ്മുടെ വേണ്ടുതൽ നിറവേറ്റി തരും. ഇതിലൂടെ നമ്മുടെ ശനി പ്രദോഷത്തിന്റെ ഭഗവാൻ ആരാണ്? ശിവഭഗവാൻ. അവരോട് അരുളും വന്നിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടും. ഇപ്പൊ ഒരു തുളസി എടുത്താല് അതിന്റെ വേർ പകുതിയിൽ മഹാലക്ഷ്മി ദേവി വാസം ചെയ്യുന്നു എന്നും ഇലയില് മഹാവിഷ്ണു ഭഗവാൻ വാസം ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഉകந்த ഈ തുളസിയില മേലെ ഒരു ദീപം ഏറ്റി വെച്ചിട്ട് ശിവഭഗവാനെ വന്നിട്ട് നിങ്ങൾ മനസ്സാലെ നന്നായിട്ട് വേണ്ടിക്കൊള്ളുക. ശിവപെരുമാനെ, ഇന്ന് ഈ ശനി പ്രദോഷത്തില് ഞാൻ ഈ ദീപത്തെ ഏറ്റിയിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇരുന്നാലും തടസ്സങ്ങൾ ഇരുന്നാലും അതെല്ലാം മാറ്റി എനിക്ക് നല്ലൊരു ജീവിതം വന്ന് അമയണം. എനിക്ക് എല്ലാം പോസിറ്റീവായിട്ട് നടക്കണം. എല്ലാം തരണമേ. എന്നിലിരിക്കുന്ന എല്ലാ കെട്ടശക്തികളും വിലകി മാറണം. എല്ലാ ദോഷവും എന്നെ വിട്ട് പോകണം. മുഖ്യമായിട്ട് എന്നോട് ഗ്രഹദോഷം മാറിപ്പോകണം. അത് ഇരിക്കവേ കൂടാതെന്ന് മനസ്സാലെ ഭഗവാനെ വേണ്ടിക്കൊള്ളുക. ദെൻ അടുത്തത് ഒരു മുഖ്യമാനത് മഹാവിഷ്ണു ഭഗവാൻ വഴിപാട്. ഭഗവാനോട് പ്രാർത്ഥിക്കുക, പൊന്നും പൊരുളും പണവും ഒന്നിനും എന്റെ വീട്ടിൽ ഒരു പഞ്ഞവും ഇരിക്കക്കൂടാതെ രാജയോഗം എനിക്ക് ഏർപ്പെടണം. രാജവാഴ്ക എനിക്ക് കിട്ടണം. കടം പ്രശ്നം എല്ലാം തീർത്തു തരണേ ഭഗവാനെ, എന്നില് അമയണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചോളുക. കൂടെ മഹാലക്ഷ്മി അമ്മയോട് വീട്ടിൽ വന്നിട്ട് പണക്കഷ്ടം ഇരിക്കക്കൂടാതെ, അതുപോലെ തന്നെ ധാന്യങ്ങളുടെ കഷ്ടം ഇരിക്കക്കൂടാതെ, വരുന്ന ചെലവുകൾ, അതായത് ആവശ്യമില്ലാത്ത ചെലവുകൾ, വരവിൽ കവിഞ്ഞ ചെലവുകൾ ഉണ്ടാവാൻ പാടില്ല. എല്ലാം അമ്മനോട് നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളുക. ഇതെല്ലാം നിങ്ങൾ ദീപം വച്ചതിന് ശേഷം പ്രാർത്ഥിക്കേണ്ടത്. ശരിയാ? ഇതിന് വന്നിട്ട് വീട്ടിലിരിക്കുന്ന ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞുങ്ങളെന്നോ മുതിർന്നവരെന്നോ അങ്ങനെ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഏത്തിக்கலாம். ഇത് വന്നിട്ട് ദീപം ഒരു അരമണി നേരം, ഹാഫ് ആൻ അവർ ദീപം കത്തിയിട്ടേ ഇരിക്കണം. പറ്റുന്നവര് 1 മണി നേരം വെച്ചോളുക. ഇപ്പോ പ്രദോഷ ടൈം പറഞ്ഞല്ലോ 4:30 to 6. ആ സമയത്ത് പറ്റാത്തവര് കോവിലൊക്കെ പോകുന്നവരില്ല, ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന ഉടനെ തന്നെ റെഡിയായി, കുളിച്ച് റെഡിയായി വ്രതശുദ്ധിയോടുകൂടി ഇത് ഏറ്റിക്കൊള്ളുക. അത് 7 മണിക്ക് മേലെ ആയാലും ഒന്നും പ്രശ്നമില്ല. രാത്രി 12 മണിക്കുള്ളിലുള്ള ടൈമൊക്കെ നിങ്ങൾക്ക് ഏറ്റാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ശിവഭഗവാന്റെ സ്തോത്രങ്ങള്, ഗാനങ്ങള് ഒക്കെ കേൾക്കുന്നത് നല്ലതാണ്. കാരണം ദീപത്തെ ഏറ്റി വെച്ചിട്ട് ഫോൺ ഞോണ്ടുന്നതും ഈ സിനിമ പാട്ട് കേൾക്കുന്നതും അതൊക്കെ അവോയ്ഡ് ചെയ്തോളുക. ഭഗവാനെ നനച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഭഗവാൻ നിങ്ങളിൽ അരുൾ തരുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് എടുക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഭഗവാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് അമർന്ന് നിങ്ങൾക്ക് എന്ത് വേണമോ അത് കരുതലോടെ ചെയ്തു തരും. ഇപ്പോ ഈ ദീപം ഞാൻ നിങ്ങളോട് 1/2 മണി നേരം അല്ലെങ്കിൽ 1 മണി നേരം എരിയാൻ പറഞ്ഞല്ലോ. അതിന്റെ കൂടെ മറ്റു ദീപങ്ങൾ നമ്മൾ വയ്ക്കുമല്ലോ, അതെല്ലാം എരിഞ്ഞോട്ടോ. ആ ദീപവും ഈ ദീപവും തമ്മിൽ യാതൊരു സംബന്ധവും ഇല്ല. ഇത് വന്നിട്ട് നമ്മൾ ശനി പ്രദോഷത്തുക്കാകെ നമ്മൾ ചെയ്ത ദീപം. ദെൻ എല്ലാ വിളക്കും അണയുന്നതിന്റെ കൂടെ ഇതിനെയും അണച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പോവാം. മറുനാളിപ്പോ നാളെ ഞായറാഴ്ച നിങ്ങൾ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം പൂജയറയിൽ പോയിട്ട് വിളക്ക്, അകൽ വിളക്കിലല്ലേ നമ്മൾ വെച്ച വിളക്കെടുത്ത് നിങ്ങൾ ശുദ്ധം പണി വെച്ചതിന് ശേഷം ഈ ഇലകളുണ്ടല്ലോ, കാഞ്ഞു പോയിരിക്കും, ഇല എടുത്ത് കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക. മഹാലക്ഷ്മി തായ്ക്കും അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനും ഉഗന്ത ശനിയാഴ്ച വരുന്ന ഈ ശനി പ്രദോഷം ശിവഭഗവാനോടെ നേർച്ചകളും നമ്മൾ പ്രാർത്ഥനകളും എല്ലാം ചെയ്ത് അഭിഷേകവും ചെയ്ത് അത് നിങ്ങൾ മിസ്സാക്കാതെ ചെയ്ത് പ്രാർത്ഥിച്ചോളുക. ഭഗവാന്റെ അരുൾ നിങ്ങളുടെ കൂടെ 101% വന്നു ചേരുന്നതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.